അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ക്യാരറ്റ് നല്ല അടിപൊളി ഇതുണ്ടോ, ഒരെണ്ണത്തിന് നല്ല അടിപൊളി നീളമാണ്. അപ്പൊ ഇതും പിന്നെ നമ്മുടെ ബീട്രൂട്ടും വെച്ചുള്ള അടിപൊളി ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു വെറൈറ്റി സാധനമാണ്, ഹെൽത്തിയാണ്, നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പൊ നേരെ നമുക്ക് ജ്യൂസിന്റെ പരിപാടിയിലോട്ട് പോകാം. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കൂടെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് മുറിച്ച് ചെറിയ പീസുകളാക്കി എടുക്കാം. നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം, കാരണം അതിൻ്റെ അകത്ത് ജ്യൂസ് മുഴുവൻ നമുക്ക് കിട്ടണം. ക്യാരറ്റ്, ബീട്രൂട്ട്, നല്ല കളർഫുൾ സാധനം. അതെ എല്ലാം കൂടെ വരുമ്പോഴത്തേന് നല്ല ബീട്രൂട്ട് കണ്ടില്ല, അരിഞ്ഞു വെച്ചപ്പോൾ തന്നെ ആ പാത്രത്തിൽ ഇഞ്ചി എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ഏലക്ക ഇടാം, അല്ലെങ്കിൽ പുതിന ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ഇടാം. ഇപ്പൊ ഏതാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് ഏലക്കയല്ലേ നമ്മൾ ആദ്യം ഇടാൻ പറഞ്ഞത്. ഏതാണല്ലേ, ഏലക്കയോ ഗ്രാമ്പുവോ, അത് തന്നെ ഗ്രാമ്പുവോ ഏത് വേണേലും ഇടാം. അതെ, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, ഞാൻ 2 പ്രാവശ്യം ഏലക്കയെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഏലക്ക ഇടാം. അപ്പോൾ നമ്മൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം ഇത്ര മതി വെള്ളം. നമ്മൾ ഒരു എന്താ പറയുക, ഒരു 1/2 കിലോ ക്യാരറ്റും ബീട്രൂട്ടുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇത്ര വെള്ളം മതി. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേവിച്ച് റെഡിയാക്കി എടുക്കാം. കുക്കറിൽ സംഭവം ഏകദേശം ഒരു 3 വിസിൽ വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം വേണ്ട മധുരം ചേർക്കാൻ വേണ്ടി പഞ്ചസാര നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മളാണ്ട് മിക്സിയിൽ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര അല്ല, നമുക്ക് തേൻ വേണമെങ്കിലും ചേർക്കാം. പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് തേനാണെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഇത്രയും പഞ്ചസാര ഇടുന്നത്. ഇത് നമ്മൾ ഈ ജ്യൂസിൻ്റെ അകത്ത് ധാരാളം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര കൂടുതൽ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ താണ്ട ഇവിടെ എല്ലാം റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ പഞ്ചസാര ഒന്ന്, അപ്പോൾ ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ 2 ഏലക്കായും ഗ്രാമ്പും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമ്പൂനും ഏലക്കായ്ക്കും പകരം പുതിനയില ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഓരോരുത്തരുടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, ഇഷ്ടവും നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് പൊടിക്കാം. ഇപ്പോൾ പൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന്, അപ്പം വേണം പെട്ടെന്ന് റെഡിയായി കിട്ടും. അതെ, പാനിയാക്കി വേണമെങ്കിലും എടുക്കാം. പഞ്ചസാര റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കസ്കസ് കൂടെ എടുത്തായിരുന്നു. കാര്യം അത് നമ്മളൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എന്താണ് സ്ഥിതി. അടിപൊളിയായിട്ട് നല്ല ജ്യൂസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചിങ്ങെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല അടിപൊളിയായിട്ട് അരിച്ച് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് സാധനം. അപ്പോൾ ഇത് നമുക്ക് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. നല്ല കളറായിട്ടില്ലേ, അടിപൊളി, എന്താ കളറ് നോക്കിയേ. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ അകത്തോട്ടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ പഞ്ചസാരപ്പൊടി അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് തേനാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നല്ലപോലെ തണുത്തതിന് ശേഷം വേണം തേൻ ചേർക്കാനായിട്ട്. ഇപ്പം പഞ്ചസാര ആയതുകൊണ്ട് ചൂടോടെ വേണമെങ്കിലും ചേർത്താലും കുഴപ്പമില്ല. അപ്പം ഇത് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി പഞ്ചസാര ചേർക്കുന്നത്, നമ്മൾ ഇതിനകത്ത് ധാരാളം വെള്ളവും ഒഴിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു റെസിപ്പി അല്ല, സിറപ്പ് മാത്രമാണ്. സിറപ്പാണിത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു സിറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. ചീത്തയായി പോകുന്നൊരു സംഭവമല്ല ഇത്. ആവശ്യം അനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. നല്ല കളറായിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. നല്ല അടിപൊളി കളറായിട്ടുണ്ട്.
ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കളറല്ലേ, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളറും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല. ബീട്രൂട്ടിൻ്റെ കളറും ക്യാരറ്റിൻ്റെ കളറും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നല്ല സംഭവം സെറ്റപ്പ് ആയിരിക്കുന്നു, നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ സിറപ്പാണ്. ഇത് ഇതുപോലെ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ്സിൽ എടുത്ത് കുറേശ്ശെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത്ര മതി. അതിന്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം ഒഴിക്കണം. ഇനി ഇതിന്റെ കൂടെ ഇടാനായിട്ട് വേറൊരു സാധനമുണ്ട്. അത് നമ്മുടെ നാരങ്ങ നീരാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നാരങ്ങ നീരൊഴിക്കാവൂ, അല്ലെങ്കിൽ ഇതിന് ഒരു കയ്പ് രുചി വരും. നമ്മൾ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഐസ് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ഐസ് ഇടാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ നമുക്ക് നല്ല തണുപ്പാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഐസ് ഇല്ലാതെ ഉപയോഗിക്കുന്നത്. ഗസ്റ്റിന് കൊടുക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ കസ്കസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കസ്കസ് ഇട്ടപ്പോഴത്തേക്കിനും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഇളക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കസ്കസ് ഇട്ട് നമ്മൾ കുടിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റും ഉണ്ട്, അതൊരു കുടിക്കാനൊരു രസവും കൂടിയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് കസ്കസ് റെഡിയാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കട്ടായിട്ട് കട്ടായിട്ടുണ്ട്. അതല്ല, നമ്മള് വെള്ളം ഇതാകുമ്പോഴത്തേക്കിനും നമുക്ക് മെൽറ്റ് ആയിക്കോളും. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയൊക്കെ ഉണ്ട്, നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് ഉള്ളൊരു ടേസ്റ്റ് ഉണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഐസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് നമ്മൾ ഐസ് ഇടാത്ത. ഐസ് ഇട്ട് കഴിഞ്ഞാൽ പണി പാളും, അതുകൊണ്ട് നമ്മൾ ഐസ് ഇട്ടിട്ടില്ല. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ്. ഗസ്റ്റുകൾക്ക് മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പഞ്ചസാരക്ക് പകരമായിട്ട് നമുക്ക് തേൻ വേണേലും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്യാരറ്റ്, ബീട്രൂട്ട്, ഇഞ്ചി, നാരങ്ങ, കസ്കസ്, ഏലക്ക വേണമെങ്കിൽ അതൊരു ഓപ്ഷനാണ്. ഏലക്ക വേണമെങ്കിൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ തേനോ, പിന്നെ മിന്റ് ലീഫ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. അപ്പം നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേനൽക്കാലമൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിരിക്കും. ഇത് നമുക്ക് കുറെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയുക. അപ്പം നമ്മുടെ വീഡിയോ ആദ്യം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേക്കുക. അക്കാര്യം നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നാളെ കാണാം. ടാറ്റാ.